പുതിയ വീഡിയോയിൽ ഒരു മരത്തിൽ ഒരു ഞെട്ടിൽ 2 ചക്ക കാണാം. ഒരു വലിയ ചക്കയും ഒരു ചെറിയ ചക്കയും, ഒരു തള്ളച്ചക്കയും ഒരു പിള്ളച്ചക്കയും. ഈ പിള്ളച്ചക്ക എന്ന് പറയുന്നത് ഇടിച്ചക്ക എന്ന് പറയാം. അതായത് ഈ ചക്ക മുഴുവനായിട്ടും ഇടിച്ച് തോരനായിട്ടോ വേറെ ഏതെങ്കിലും ആയിട്ടോ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. ഇടിച്ചക്ക കിട്ടിയത് അതിൻ്റെ മുള്ള് നല്ലപോലെ ചെത്തി വൃത്തിയാക്കുന്നു. മുള്ള് മാത്രം കളയാനുള്ളൂ, ബാക്കി മുഴുവൻ ഭാഗവും ചെത്തി നല്ല സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടിച്ചക്കയുടെ മുള്ള് മാത്രം കളഞ്ഞ് നല്ല നീറ്റായിട്ട് നല്ല ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കലക്കിയ വെള്ളം ഒഴിച്ച് നന്നായി തിരുമുന്നു. ഇത് നല്ലൊരു ഔഷധമായിട്ടുള്ള ഭക്ഷണമാണ്. ചക്ക ഡയബറ്റിക്സിൻ്റെ പ്രതിരോധ ശക്തി തരുന്നതാണ്. അതുപോലെ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ ബ്രൗൺ പാട അത് ക്യാൻസർ മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഇത് 2 ഗുണങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഇടിച്ചക്ക കഴിച്ചാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് മുഴുവനും ലഭിക്കുന്നു. അപ്പോൾ ഇനി ഇത് വേവിക്കാനായിട്ട് ഈ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലുള്ള കുക്കറിൽ ശകലം കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 വിസിൽ വരുന്നിടം വരെ വേവിക്കണം. മുഴുവനും കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചടച്ച് കുക്കർ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതൊരു 2 വിസിലായി കഴിയുമ്പോൾ നിർത്തണം. രണ്ട് സ്റ്റീം വന്നു കഴിഞ്ഞു. കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചക്ക കോരിയെടുക്കാം. അധിക വെള്ളമൊന്നുമില്ല, പാകത്തിന് വെന്തു. ഇതിലൊരു സ്വല്പം വെള്ളമുണ്ട്, അത് നമുക്ക് ഇടിച്ചക്ക മപ്പാസ് വയ്ക്കാനായിട്ട് ഉപകരിക്കും. ഈ സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത് 2ആയി തിരിച്ച് പകുതി മെഴുക്ക് വരട്ടിക്കും പകുതി തോരനും വേണ്ടി മാറ്റി വയ്ക്കാം. വേവിച്ചെടുത്ത ഇടിച്ചക്ക അല്പം വെള്ളത്തോടു കൂടി ഇത് നമ്മൾ ചക്ക മപ്പാസ് വയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തോരന്, ഇത് മെഴുക്ക് വരട്ടിക്ക്. അങ്ങനെ ഈ ഒരു ഇടിച്ചക്ക കൊണ്ട് തന്നെ 3 വിഭവങ്ങൾ തയ്യാറാക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ച് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. കടുക് വറുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കടുക്, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം ജീരകം കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞിട്ട് തോരന് വയ്ക്കാനുള്ള എല്ലാ മസാലകൾ, തേങ്ങ, ജീരകം,
വെളുത്തുള്ളി, കറിവേപ്പില, സ്വല്പം മഞ്ഞൾ, ഇത്രയും ചേർത്ത് അരച്ച് ഇതിൻ്റെ മേളിലിട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ട്. ടപ്ടപ്ന കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തോരൻ ഉണ്ടാക്കാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായി. ഉടനെ കടുക് പൊട്ടി തുടങ്ങും. കടുക് പൊട്ടുന്ന ശബ്ദം കേൾക്കാമല്ലോ. ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഒന്നും കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ശരിയാക്കി വെച്ചിരിക്കുന്ന ചക്കയും അതിൻ്റെ മസാലയും ഇതിനകത്തേക്ക് ഇടണം. കടുക് പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി. ഓക്കെ, നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നല്ല സ്വാദിഷ്ടവും പോഷകസമ്പൂർണവും രോഗനിവാരണത്തിന് ഉത്തമവുമായ ഇടിച്ചക്കത്തോരൻ റെഡിയായി കഴിഞ്ഞു. എല്ലാം വെന്തിരുന്നത് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാം. വെറും 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. കാണാമല്ലോ, കണ്ടോ, നല്ല സുന്ദരൻ തോരൻ. ഉപ്പും ടേസ്റ്റും ഒന്ന് നോക്കാം. സൂപ്പർ, എല്ലാം ചേർന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുഴച്ചിട്ടുണ്ട്, എന്നാൽ കൂടുതൽ കുഴഞ്ഞു പോയിട്ടില്ല. നല്ല മയമുള്ള തോരൻ കണ്ടല്ലോ. ഇത് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇങ്ങനെ ടപ്പേന്ന് ഒരു ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട്, നമ്മളിപ്പോൾ മോർഫി റിച്ചാർഡ്സിൻ്റെ ഈ ഉപകരണം ഉപയോഗിച്ചാണല്ലോ കുക്ക് ചെയ്തത്. ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ വേണ്ട, ഇനി ഇത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്താലും ഈ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ എന്നുള്ള ഈ മൂളിച്ച നിന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്ലഗ് ഓഫ് ചെയ്യാവൂ. ഇപ്പോൾ ഇത് മെഷീൻ ഓഫായി, അതുകൊണ്ട് പ്ലഗും ഓഫ് ചെയ്യാം. ഓക്കെ. ഇടിച്ചക്കയുടെ അടുത്ത വിഭവം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി സോസ് പാനിലോട്ട്
ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. മെഴുക്കുവരട്ടിക്ക് തോരനേക്കാൾ സ്വല്പം കൂടെ എണ്ണ കൂടുതൽ ആവശ്യമുണ്ടല്ലോ. ഇതിന് കടുകിടേണ്ട ആവശ്യമില്ല, മെഴുക്കുവരട്ടി ആയതുകൊണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇടികല്ലിനകത്ത് ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്താണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ രമ്പയുടെ ഒരിലയും അരിഞ്ഞിട്ടിട്ടുണ്ട്. രമ്പ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. എല്ലാം കൂടെ എണ്ണയിലോട്ട് ഇടുന്നു. ഇടിച്ചു വെച്ചതെല്ലാം എണ്ണയിലായി. കരിഞ്ഞു പോകാതെ മൂത്ത് വരുമ്പോൾ ഒരു സ്വല്പം മുളക് പൊടി, അതൊരു അലങ്കാരത്തിന് വേണ്ടിയാണ്. വറ്റൽമുളക് ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും സ്വല്പം മുളക് പൊടി ഇടുന്ന ഒരു നല്ല എരിവ്. എരിവിന് വേണ്ടിയല്ല, എരിവിന് വറ്റൽമുളകുണ്ട്. ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർക്കാം. തേങ്ങ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർക്ക് ഇടിച്ചക്ക ഇതുപോലെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിനകത്ത് ചക്കക്കുരുവൊക്കെ കിടക്കുന്നു. ചക്കക്കുരു ഒരുപാട് നല്ല സിദ്ധ ഔഷധമാണ്, ക്യാൻസർ വരാതിരിക്കാൻ. ചക്ക ഡയബറ്റീസിന്. അങ്ങനെ ഈ നല്ല പ്രോഡക്റ്റ് ഇടിച്ചക്ക, ചക്കയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജായ ഇടിച്ചക്ക പ്രോസസ്സ് ചെയ്യുന്നതാണെന്ന് കാണിച്ചു തന്നത്. ഇനി വെന്തി വെച്ചിരിക്കുന്ന ചക്ക മപ്പാസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്കയുടെ പ്രോഗ്രാം തീർന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിളഞ്ഞ ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം. അങ്ങനെ ഈ ചക്കയുടെ സീസണിൽ നമുക്ക് ലഭിക്കുന്ന ഈ സമയത്ത് ചക്ക ഉപകാരപ്രദമായ പല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ഫ്രീസറിൽ എടുത്തു വയ്ക്കുകയും ചെയ്യണം. അപ്പം മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത്രയും മതി. കണ്ടമാനം വളർന്നു പോകാതിരിക്കുന്നതാണ് ടേസ്റ്റ്. എണ്ണയിലും മസാലയിലും നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞു. ഇടിച്ചക്കയുടെ രണ്ടാം വിഭവമായ മെഴുക്കുവരട്ടി റെഡി. ഇനി മൂന്നാമത്തെ വിഭവം അതൊരു ചാറുകറിയാണ്. മപ്പാസ്, ഇടിച്ചക്ക മപ്പാസ്. ഓക്കെ, മപ്പാസിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു സാധനം പോലും ഭൂമിയിൽ ചീത്ത എന്നില്ല. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതാണ്. അതുകൊണ്ടാണല്ലോ പ്ലാവയിലുള്ള ഈ ചെറിയ ചക്ക, ഇടിച്ചക്ക പോലും വളരെ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ഭൂമിയിലുള്ള പ്രകൃതിയിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാത്തിനെയും സ്നേഹിച്ച് അത് ഭക്ഷിച്ച് നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.